ഹലോ നമസ്കാരം. 1CR മൈൻഡ് സെറ്റ് ബോസ് ഇൻ ബെൻസിലെ 7ാമത്തെ എപ്പിസോഡും 1CR മൈൻഡ് സെറ്റിൻ്റെ 1 കോടി മൈൻഡ് സെറ്റിൻ്റെ 4ാമത്തെ എപ്പിസോഡും സ്വാഗതം. ഇപ്പോൾ പുറത്ത് കാണുന്ന ആളുകളൊക്കെ ഇങ്ങനെ 1 കോടി എന്നിങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആളുകളിലേക്ക് ആ ചിന്തയൊക്കെ എത്തിക്കാൻ നമുക്ക് പറ്റിയല്ലോ. എക്സലൻറ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൈ ഇൻകം സ്കില്ലിനെ കുറിച്ചാണ്. ഹൈ ഇൻകം സ്കില്ലുണ്ട്, ഹൈ ഇൻകം ജോബുണ്ട്, ഹൈ ഇൻകം പ്രൊഫഷനുണ്ട്. ഓൾറൈറ്റ്. ഒരു കോടതിയിലെ ജഡ്ജും അഡ്വക്കേറ്റും, ജഡ്ജിന് ഫിക്സഡ് സാലറി ആയിരിക്കും, അത് ഹൈ ഇൻകം ജോബാണ്. പക്ഷേ ഒരു അഡ്വക്കേറ്റിന് ഹൈ ഇൻകം അതിൽ നിന്ന് കിട്ടുന്നത് അയാളെ ഹൈ ഇൻകം പ്രൊഫഷനാണ്. ഹൈലി ഇൻകം വാങ്ങിക്കുന്ന അഡ്വക്കേറ്റുകളില്ലേ, ഇഷ്ടം പോലെ. കപിൽ സിബൽ, ദുഷ്യന്ത് ദവേ, ഹരീഷ് സാൽവേ തുടങ്ങിയത് എനിക്കറിയാവുന്ന കുറച്ച് പേരുകൾ 10-15 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങിക്കുന്നത് അത് അവരുടെ ഹൈ ഇൻകം പ്രൊഫഷനാണ്. കാരണം അവർക്ക് ഹൈ ഇൻകം സ്കില്ലുണ്ട്. ഞാൻ ഹൈ ഇൻകം സ്കില്ല് എന്ന് വിളിക്കുന്നത് എന്താണെന്നറിയോ? ഒരു 10,000 മുതൽ മിനിമം 1 ലക്ഷം രൂപ വരെയെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്കില്ലിനെ നമുക്ക് ഹൈ ഇൻകം സ്കില്ലെന്ന് വിളിക്കാം. ആ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം 10,000 അല്ലെങ്കിൽ ടിൽ 10,000 to 1 lakh എങ്കിലും കിട്ടുന്ന ഒരു സ്കില്ല് ഹൈ ഇൻകം സ്കില്ലാണ്. 3 സ്കില്ലുകളെ കുറിച്ച് പറയാം. ഹൈ ഇൻകം സ്കില്ല്: 1 നെഗോസിയേഷൻ, 2 ക്ലോസിംഗ്, 3 പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് കോച്ചിങ്. നെഗോസിയേഷൻ ഗംഭീര സ്കില്ലാണ്. നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ 2 ആളുകളുടെ ഇടയിൽ കിടന്ന് ആ 2 കൂട്ടരെയും പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും വിലപേശകലല്ല, 2 കൂട്ടർക്കും കൃത്യമായ രീതിയിൽ കേടുപാടുകൾ പറ്റാതെ അത് പരിഹരിച്ച് സമാധാനമായി വിടാനുള്ള ആ കഴിവിനെ നെഗോസിയേഷൻ എന്ന് വിളിക്കാം. നെഗോഷിയേറ്ററെ എവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്? നമ്മുടെയൊക്കെ ചുറ്റുപാടുണ്ട് നെഗോഷിയേറ്റർ. എല്ലാ ദിവസവും നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മളൊക്കെ. നിങ്ങൾക്ക് 2 കൂട്ടുകാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് പരിഹരിക്കാനുള്ള കഴിവുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് നെഗോസിയേഷൻ കഴിവുണ്ട്. അതിനെ ഹൈ ഇൻകം സ്കില്ലുള്ള പ്ലേസിലേക്ക് എത്തിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുമായിരിക്കും. ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ഹൈ നെഗോഷിയേറ്റേഴ്സാണ്. 2-3 ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് പരിഹരിക്കുകയാണ് അവർ ചെയ്യുന്നത്. IPL നെഗോഷിയേറ്റർ, എന്താ പറയുക, IPL ഈ ലേലം വിളിക്കുന്ന സ്ഥലത്ത് ഒരു നെഗോഷിയേറ്റർ ഉണ്ടാവും. കളിക്കാരനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം, കമ്പനിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം. എല്ലായിടത്തും ഉണ്ട് ഈ നെഗോഷിയേറ്റേഴ്സ്. നിങ്ങൾക്ക് ആ സ്കില്ലുണ്ടെങ്കിൽ അതിനെടുത്ത് പോളിഷ് ചെയ്ത് 2 കൂട്ടരുടെ ഇടയിൽ നിന്ന് കളിക്കാനുള്ള ഒരു സ്കില്ലാക്കി അത് മാറ്റണം. 2ാമത്തേത് ക്ലോസിങ്. ഒരു ബിസിനസ് ഡീലുകൾ ക്ലോസ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഒരു ഉദാഹരണം പറഞ്ഞാലേ, ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ബസ്സിലൂടെ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ കാണുന്നില്ലേ, കുറേ ബിൽഡിങ്ങുകൾ ഉയർന്നു വരുന്നു. വെറുതെ അതിലേക്ക് വാക്കിൻ ചെയ്യാം. എന്നിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഓണറോട് ചോദിക്കുക, ഞാൻ ഇതിലൊരു 4 ഫ്ലാറ്റ് അല്ലെങ്കിൽ 4 റൂം വിറ്റ് തന്നാൽ എനിക്കതിൻ്റെ ഇത്ര % കമ്മീഷൻ തരുമോ ചോദിക്കുക. ഓൾറൈറ്റ്. എന്നിട്ട് നമ്മുടെ നെറ്റ്വർക്കിങ്ങിലേക്ക്, നമ്മുടെ സൗഹൃദത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമില്ലാത്തടത്തും ഈ ഐഡിയ എടുത്ത് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എടുത്ത് അത് വിൽക്കാൻ ശ്രമിക്കുന്നു. 1-2 കോടി രൂപയുടെ ഫ്ലാറ്റ് നമ്മൾ വാങ്ങിക്കുന്നു. 2 കൂട്ടർക്കും ഇടയിൽ നിന്ന് ഈ പ്രോഡക്റ്റ്, നമ്മുടേതല്ലാത്ത പ്രോഡക്റ്റ് തന്നെ ക്ലോസ് ചെയ്ത് അതിൻ്റെ കമ്മീഷൻ ലാഭം ഉണ്ടാക്കുന്ന ക്ലോസിങ് സ്കിൽ. നമ്മളൊക്കെ പരിചയത്തിലുള്ള കുറേ ഹൈ സെയിൽസ് സ്കില്ലുള്ള ആളുകളുണ്ട്. അവർ പല കമ്പനികളിലും വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് സ്കില്ലുണ്ടാക്കിയിട്ടുണ്ട്. എന്തിന്? സാധനം വിൽക്കാൻ. ഇവരിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പുറത്തിറങ്ങി ക്ലോസിങ് ചെയ്യുന്നു. വലിയ കമ്പനികളുടെയൊക്കെ വലിയ പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ച് പ്രീമിയം പ്രൊഡക്റ്റുകൾ, ആ പ്രീമിയം കമ്മ്യൂണിറ്റിയിലേക്ക് അതിനെ പുഷ് ചെയ്ത് സെയിൽ ചെയ്യുക. ആ സെയിലിൽ നിന്നും ലഭിക്കുന്ന കമ്മീഷൻ അവരുടെ പ്രോഫിറ്റാക്കി മാറ്റുക. 1 കോടിയുടെ ഫ്ലാറ്റ് വിറ്റാൽ 1 ലക്ഷം രൂപ കിട്ടുന്നു. അങ്ങനെ 100 എണ്ണം ചെയ്താൽ 1 കോടി രൂപയായി. ചുറ്റുപാട് ഈ സംഗതികളുണ്ട്. അപ്പോൾ ക്ലോസിങ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. നെഗോസിയേഷൻ ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. 3 പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് കോച്ചിങ്. ചെറുതാക്കി പറഞ്ഞാൽ ടീച്ചിങ്. നിങ്ങളുടെ ഏത് സ്കില്ല് നിങ്ങൾ പഠിപ്പിക്കാൻ ആരംഭിച്ചാൽ അതൊരു ഹൈ ഇൻകം സ്കില്ലായി. നിങ്ങൾ ബ്യൂട്ടീഷ്യനാണ്. ബ്യൂട്ടീഷ്യൻ വർക്കിനോട് കൂടെ തന്നെ അതൊരു സിലബസ് ആക്കി മാറ്റിയിട്ട് നിങ്ങൾക്കത് പഠിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അംഗീകാരത്തോടു കൂടി പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഹൈ ഇൻകം സ്കില്ലായി. നിങ്ങൾക്ക് കുക്കിംഗ് അറിയാം.
കുക്കിംഗ് നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അതൊരു ഹൈ ഇൻകം സ്കില്ലായി. ഡ്രൈവിങ്, എത്ര പേര് ഡ്രൈവ് ചെയ്ത് ലൈസൻസ് എടുത്തിട്ട് ഡ്രൈവിങ് അറിയില്ല, വണ്ടി റോട്ടിലോടിക്കാനുള്ള ധൈര്യമില്ല. പക്ഷേ ഇത് ആരുടെ അടുത്ത് നിങ്ങൾ പിച്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും. ഹൈ ഇൻകം സ്കില്ല് വരുന്നത് എവിടെയെന്നറിയോ? ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വലിലേക്ക് ഇത് എത്തിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് 10,000 രൂപ വാങ്ങിച്ച് തടി കുറയ്ക്കാം, അല്ലെങ്കിൽ 6,000 രൂപ വാങ്ങിച്ച് തടി കുറയ്ക്കുന്ന ജിം ട്രെയിനർ ആവാം. ഇത് തന്നെ 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ചെയ്യുന്ന ആളുകളുണ്ട്. ഹൈ ഇൻകം സ്കില്ല് വരണമെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവണം. ഓക്കെ, എന്തും പഠിപ്പിക്കുക. പബ്ലിക് സ്പീക്കിംഗ് ഹൈ ഇൻകം സ്കില്ലാണ്. ലക്ഷക്കണക്കിന് രൂപ പബ്ലിക് സ്പീക്കിങ്ങിന് വാങ്ങിക്കുന്ന സ്പീക്കേഴ്സ് ഉണ്ട്, ഇൻവൈറ്റഡ് സ്പീക്കേഴ്സായിട്ട്. കോച്ചിങ്, ടീച്ചിങ്ങിന് പറഞ്ഞ പോലെ തന്നെ കോച്ചിങ്. അപ്പോൾ കിട്ടിയല്ലോ 3 സ്കില്ലുകൾ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നെഗോസിയേഷൻ സ്കില്ല്, ക്ലോസിംഗ്, കോച്ചിങ് ആൻഡ് ടീച്ചിങ്. ഹൈ ഇൻകം സ്കില്ലിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ സ്കില്ലിനെ വളർത്തുക, ആ സ്കില്ലിന് ആവശ്യക്കാരെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് അടുത്ത എപ്പിസോഡിൽ പറയാം. എങ്ങനെ സ്കില്ല് വിസിബിലിറ്റി കൂട്ടാം, അറ്റൻഷൻ കൂട്ടാം, അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം. നിങ്ങൾക്ക് എന്ത് സ്കില്ലാണുള്ളത് അതിനെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഹൈ ഇൻകം വരുന്ന സ്കില്ലായിട്ട് ഓരോ സ്കില്ലിനെയും മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് എവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് വരുമാനം വരിക. പ്രോക്സിമിറ്റി ഈസ് പവർ എന്നാണ്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുപ്പം. ഇഫ് യു വാണ്ട് മണി, ബി വിത്ത് ദ മണി ഓർ ബി എമംഗ് ദ മണി. പൈസയുടെ ഉള്ളിലുണ്ടാവണം നമ്മൾ, പൈസ ഉള്ള സ്ഥലത്ത് ഉണ്ടാവണം, കാശുള്ള സ്ഥലത്ത് ഉണ്ടാവണം, എന്നാലേ നമ്മളിലും പൈസ വരുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ ജോർജ് മമ്മൂട്ടിയുടെ കൂടെയാണ് അല്ലേ. പിന്നെ ആരൊക്കെയാണ്? ആൻ്റണി പെരുമ്പാവൂർ. ആൻ്റണി പെരുമ്പാവൂർ എന്താ ചെയ്യുന്നത്? പ്രോക്സിമിറ്റി, മോഹൻലാലുമായിട്ടുള്ള പ്രോക്സിമിറ്റിയാണ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ സ്കില്ല്. അതങ്ങനെ വെറുതെ കിട്ടുന്ന സ്കില്ലൊന്നുമല്ല. വർഷങ്ങളോളം ഒരാളുടെ വിശ്വസനായിട്ട് ഒപ്പം ബിസിനസ് പാർട്ട്ണറായിട്ടും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടും നിൽക്കണമെങ്കിൽ അത് അയാൾക്കൊരു സ്കില്ലുണ്ട്. ആൾ മോഹൻലാൽ എന്ന ബ്രാൻഡിൻ്റെ കൂടെ നിൽക്കുന്ന, അങ്ങനെ എത്ര പേരുണ്ടെന്ന് അറിയോ സ്കില്ലാക്കി മാറ്റിയ. ഇപ്പോൾ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ആവാം, സെക്യൂരിറ്റി ഗാർഡ് ആവാം, ഒരു സാലറി സെക്യൂരിറ്റി ഗാർഡ് ആവാം, അതൊരു ജോബാണ്. ഈ സെക്യൂരിറ്റി എന്നുള്ളതൊരു പേഴ്സണൽ സെക്യൂരിറ്റി ആക്കി മാറ്റി ഒരു മാസം 15 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളുണ്ട്. ഷേരു എന്നങ്ങനെ ഉണ്ടല്ലേ പേര്? സൽമാൻ ഖാൻ്റെ സെക്യൂരിറ്റി, സൽമാൻ ഖാൻ്റെ സെക്യൂരിറ്റി, മെസ്സിയുടെ സെക്യൂരിറ്റി. ഹൈ ഇൻകം പ്രൊഫഷനാണ്. അവരെന്താ ചെയ്തത്? എന്താണോ എൻ്റെ ആ സ്കില്ലിന് വേണ്ട റിക്വയർമെൻറ്റ് അത് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. പൈസയുടെ ഇടയിലുണ്ടാവുക എന്നുള്ളതാണ്. പൈസ ഉള്ളിടത്തുണ്ടാവുക, കാശ് ഉള്ളിടത്തുണ്ടാവുക, നമ്മുടെ സ്കില്ലിനെ വർദ്ധിപ്പിക്കുക. അപ്പോൾ 1 കോടി മൈൻഡ് സെറ്റിൻ്റെ 1 കോടിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഫോർമുല വളരെ സിമ്പിളാണ്. നമ്മൾ പല എപ്പിസോഡുകളിലും അതിൻ്റെ പല ഭാഗങ്ങളായിട്ട് പറഞ്ഞു. ഹൈ ഇൻകം സ്കില്ല്, ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്കെയിലബിൾ ബിസിനസ്. ദാറ്റ്സ് ഇറ്റ്. ഹൈ ഇൻകം സ്കില്ല്, നമുക്കൊരു സ്കില്ലുണ്ടാവുക, അത് ഹൈ ഇൻകമുള്ള സ്കില്ലാക്കി മാറ്റുക. ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ സ്കില്ലിലൂടെ നമ്മൾ വാങ്ങിക്കുന്ന, നമുക്ക് കിട്ടുന്ന പണം ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിലെല്ലാം റിസ്ക് ഉണ്ടെന്ന് നമുക്കറിയാം, അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അതിൻ്റെ എക്സ്പെർട്ടുകളാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. പിന്നെ സ്കെയിലബിൾ ബിസിനസ്. പണക്കാരനാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ബിസിനസ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും പണക്കാരനായിരിക്കുക. അമ്മായിപ്പൻ. നമ്മുടെ അച്ഛൻ പാവപ്പെട്ടവരാണെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല. പക്ഷേ നമ്മുടെ അമ്മായി അച്ഛൻ പാവപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ മാത്രം തെറ്റാണ് എന്നാരും പറഞ്ഞു. വളരെ കറക്റ്റാണ്. പാവപ്പെട്ടവർ പണക്കാരെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയുന്നത് നമുക്ക് ആ 1 CR ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എഡിറ്റിംഗ് ചെയ്യുന്നവർ, ലോഗോ ഡിസൈൻ ചെയ്യുന്നവരൊക്കെ ലോകത്തിലെ ഏറ്റവും ചീപ്പായിട്ട് ചിലപ്പോൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്, എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ മലയാളികളായിരിക്കും എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇന്ത്യക്കാരെ മലയാളികളായിരിക്കും. വളരെ ചീപ്പാണ്. ഞാൻ ഞെട്ടിപ്പോയി. സിൽക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ് അതിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തതിന് ഞാൻ എവിടെ വായിച്ചതാണ് കൃത്യമായിട്ട്. 20 ലക്ഷം രൂപ മറ്റോ ആണ് അതിന് ഫീസായിട്ട് വാങ്ങിച്ചതെന്ന് പത്രത്തിലെവിടെ വായിച്ച, അതായത് ഒരു സോളിഡ് ഇൻഫർമേഷൻ തന്നെയാണ്. 20 lakh rupees. ഇവിടെ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്നതിനൊക്കെ ചെറിയ പൈസകളാണ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു
ക്രിയേറ്റിവിറ്റി ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ്. 4ാമത്തെ ഹൈ ഇൻകം സ്കില്ലാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ്. നിങ്ങൾക്ക് ഒരു സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് എഴുതുന്ന ചില വാചകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു ഹൈ ഇൻകം സ്കില്ലാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ്. സാധാരണ ഒരു ഇമെയിൽ അയക്കുമ്പോൾ നമ്മളതിൽ അയക്കുന്ന വാചകങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ആളുകളെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. കാരണം ആ എഴുത്തുകൊണ്ട് തന്നെ ഈ സെയിൽസിൻ്റെ വോളിയം ഓഫ് സെയിൽസ് 5-6 മടങ്ങായിട്ട് മാറുന്നു ഈ ഒരു ഒറ്റ വാചകം കൊണ്ട്. ഇപ്പോൾ പരസ്യവാചകങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, ക്രിയേറ്റീവായിട്ടുള്ളത് എന്തും ഹൈ ഇൻകം സ്കില്ലാണ്. ഇപ്പോൾ പ്രത്യേകിച്ചുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ, നിങ്ങളത് ബെസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും വില കുറച്ച് കൊടുക്കരുത്. വില കുറച്ച് കൊടുക്കരുത്. അതിനൊരു വിലയിടുക. ആ വില വെച്ച് അത് വാങ്ങിക്കാനുള്ള ആളുകൾ ചുറ്റുപാടുമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ വിലയുള്ളിടത്തേ അത് കൊടുക്കാവൂ. ഏത് സ്കില്ലായിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കില്ലായിക്കോട്ടെ, ഫോട്ടോഗ്രാഫി സ്കില്ലായിക്കോട്ടെ, കുക്കിംഗ് സ്കില്ലായിക്കോട്ടെ, ടീച്ചിങ് സ്കില്ലായിക്കോട്ടെ, നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവായിക്കോട്ടെ, പാട്ട് പാടാനുള്ള കഴിവായിക്കോട്ടെ, ക്രിയേറ്റിവിറ്റി ഉള്ളതായിക്കോട്ടെ, ഹാർഡ് വർക്കിംഗ് സ്കില്ലായിക്കോട്ടെ, എന്തും നിങ്ങൾക്കുള്ള കഴിവിനെ വില കുറഞ്ഞ സ്ഥലത്തേക്ക് കൊടുക്കരുത്. അതിൻ്റെ വില കാണുന്ന സ്ഥലത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ശരിക്കും അതിന് വില കാണുന്ന ആളുകൾ നിങ്ങളിലേക്ക് വരികയും ചെയ്യും. അതൊക്കെ നമ്മുടെ മാർക്കറ്റബിലിറ്റിയുടെ ഭാഗമാണ്. അടുത്ത എപ്പിസോഡുകളിൽ അതൊക്കെ പറയാം. അപ്പോൾ 1 CR മൈൻഡ് സെറ്റിനെ കൂടെയുണ്ടെന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. പണത്തെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നു എന്നത് വലിയ കാര്യമാണ്. നമ്മുടെ വീടുകളിലെ ചർച്ചകളിൽ ബഹുഭൂരിപക്ഷം ചർച്ചകളിലും ഇടം കിട്ടാത്തൊരു സംഗതിയാണ് പണം എന്ന വാക്ക്. കാരണം പണമുണ്ടാക്കൽ എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോഴേക്കും ആളുകൾക്ക് എന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ള ചിന്തയാണ്. നമ്മുടെ തന്നെ ഈ വീഡിയോൻ്റെ അടിയിൽ ഇപ്പോൾ നെഗറ്റീവൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് എന്തോ തട്ടിപ്പാണെന്ന് പറയാനാണ് ഇഷ്ടം. തട്ടിപ്പ് പണം ഉണ്ടാക്കുന്നത് തട്ടിപ്പാണോ? ഒരാൾ പൈസ ഉണ്ടാക്കിയ തട്ടിപ്പെന്ന് പറയാനാണ് ഇഷ്ടം. അത് അയാൾക്ക് പണം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നതാണ് തട്ടിപ്പ്. പെട്ടെന്നാണ് പറഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ. നമ്മുടെ വീടുകളിൽ പണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? അറിയില്ല. കുറവല്ലേ, വളരെ കുറവല്ലേ. എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള ചർച്ച, എങ്ങനെ പൈസ വർദ്ധിപ്പിക്കാമെന്നുള്ളതിന് പണത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ചർച്ച പൈസ ഉണ്ടാക്കുക എന്നുള്ള ഈ ചർച്ചകൾ നടക്കുന്നില്ല. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള സമയത്തെങ്കിലും അത്തരം ചർച്ചകൾ ഉണ്ടാവട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അച്ഛനെ ഇരുത്തി കേൾപ്പിക്കുകയാണ്. എൻ്റെ അടുത്ത് അയാൾ പറയാണ്, അച്ഛാ ഇതൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇരുത്തി എൻ്റെ വീഡിയോ കേൾപ്പിക്കുന്നു. കാരണം അച്ഛൻ്റെ മൈൻഡിലേക്ക് അത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. വേറെ ഇതുപോലെ അച്ഛന്മാർ മക്കളെ ഇരുത്തി കേൾപ്പിക്കുന്നു. മക്കളിത് കേട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ച്. കാരണം പണം ഒരു പാപമുള്ള സംഗതിയല്ല. പണം എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇത് വരിക. പിന്നെ പണത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം, പണത്തിനെ സ്നേഹിക്കണം, അംഗീകരിക്കണം, ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് പണമുണ്ടാവും. അതിലൊരു തെറ്റുമില്ല. നമ്മളുടെ ഭൂരിഭാഗം നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പണമാണ്. നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക, നല്ല രീതിയിൽ ഒരു സ്കില്ല് വിറ്റിട്ടല്ലേ. ഇന്ത്യ ലോകത്തേക്ക് കയറ്റിവിടുന്നത് മുഴുവൻ ഈ സോഫ്റ്റ് പവറുകളാണ്. ഈ സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്കില്ലുകളാണ്. നല്ല ഇവിടുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫിലേക്കൊക്കെ പോയിട്ട് ആ സ്കില്ല് തന്നെയല്ല അവർ വിൽക്കുന്നത്. അവരൊരു ബിൽഡിങ് പണിയാനുള്ള സ്കില്ല്, വണ്ടി ഓടിക്കാനുള്ള സ്കില്ല്, വേറെ എന്തൊക്കെയാണ്, കൃഷി ചെയ്യാനുള്ള സ്കില്ല്, ബിസിനസ് ചെയ്യാനുള്ള സ്കില്ല്, ഇതൊക്കെ സ്കില്ല് തന്നെയല്ലേ. ആ സ്കില്ലിനെ ഹൈ ഇൻകം സ്കില്ലാക്കി മാറ്റണം. അപ്പോൾ മറക്കണ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 3 അല്ല 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി എന്തൊക്കെ സ്കില്ലുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അടിക്കുക. ആ സ്കില്ലുകൾ ഹൈ ഇൻകം സ്കില്ലാക്കിയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ, താങ്ക് യു.